ആന്റി ഏജിങ്. ഞങ്ങളുടെ ഈ പ്രൊജക്ടിന്റെ പ്രധാന ലക്ഷ്യം എങ്ങനെ പ്രായമാവാതിരിക്കാം. സ്റ്റേജ് ഇനോഗ്രേഷന് വന്നാണെങ്കിലും ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞിട്ട് റൂമിൽ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയില്ല. ഞാൻ നന്നായിട്ട് അത് കിടന്നുറങ്ങിയത് അറിഞ്ഞില്ല അല്ലെ? അറിഞ്ഞില്ല. അതായത് ഇനിയുള്ള നമ്മുടെ ഫ്യൂച്ചർ എല്ലാവരും നോക്കിക്കാണുന്ന സാധനമാണ് സ്ലീപ്പ് ടൂറിസം എന്ന് പറയും. നമ്മൾ ഈ വയനാടിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ തൊട്ടടുത്താണ് കർണാടക, മീൻസ് ബാംഗ്ലൂർ. ഇതിന്റെ തൊട്ടടുത്താണ് തമിഴ്നാട്. അപ്പൊ ഈ ബാംഗ്ലൂരിൽ നിന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ IT ജോലി ചെയ്യുന്ന ആളുകൾ അവിടെയാണ്. ഇവരൊക്കെ ഒന്ന് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇനി ആ സ്ലീപ്പ് ടൂറിസം എന്ന രീതിയിലേക്ക് ഇവിടെ മാറുമ്പോൾ ഒന്ന് സേഫ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ഉറക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഇതൊരു വെൽനസ് ക്യാമ്പസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. റൂഫ് ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് ഗ്രാസ് ഉപയോഗിച്ചിട്ടാണ്. ഇതൊരു ഫെറോക്കി ടെക്നോളജിയാണ്. അതോടൊപ്പം ഇതിന്റെ ബോട്ടം ചെയ്തേക്കുന്നത് മഡ് പാക്ക് ചെയ്തോണ്ടാണ്. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല ചൂടുള്ള സമയത്ത് അകത്ത് തണുപ്പും, പുറത്ത് നല്ല തണുപ്പുള്ള സമയത്ത് അകത്ത് ചെറിയൊരു ചൂടുണ്ടാവുന്നതാണ്. നമ്മുടെ റൂമിന്റെ അകത്ത് തന്നെയാണ് ആ ഒരു സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. അപ്പൊ ഇതിന്റെ ഒരു തണുപ്പുണ്ട്. ഈ തണുപ്പും അതേപോലെ മുകളിൽ നിന്നുള്ള തണുപ്പും പിന്നെ പ്യൂർ ആയിട്ടുള്ള ഓക്സിജനും കിട്ടുമ്പോൾ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവാണ്. അപ്പൊ നമ്മളിതൊരു വെൽനസ് ക്യാമ്പസ് സെറ്റ് ചെയ്യാൻ കാരണം ഒന്ന്, അവിടെ ഇനി ഈ പണ്ടത്തെ കായകൽപ്പ ചികിത്സ ഇല്ലേ, അതിന്റെ പുതിയ ടെക്നോളജി. ഓക്കെ, കായകൽപ്പ ചികിത്സ പണ്ടത്തേതാണ്. ഇതിനേക്കാൾ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ ഇപ്പൊ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ. അതായത് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ അഞ്ജലിക്ക് ആഗ്രഹമില്ല എന്നും ഇതേപോലെ തന്നെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതായത് വയസ്സ് കൂടരുത്, ആന്റി ഏജിങ്, ഇതെല്ലാവർക്കും ഒരു ആഗ്രഹമുള്ളത് തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ ഈ പ്രൊജക്ടിന്റെ പ്രധാന ലക്ഷ്യം എങ്ങനെ പ്രായമാവാതിരിക്കാം, അതിനെന്തൊക്കെ ചെയ്യും. ഇതിന്റെ മെയിൻ ബ്യൂട്ടി വരാൻ വേണ്ടി പോകുന്നത് അടുത്ത 1 വർഷം കഴിഞ്ഞാലാണ്. ഈ 1 വർഷം കഴിഞ്ഞാൽ അതിലിപ്പോ നിങ്ങൾ താമസിച്ച കോട്ടേജിന്റെ ചുറ്റിനും 16 സാൻഡൽവുഡ് പ്ലാന്റേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ മൊത്തം 150 ഇടത്തിന് ചുറ്റും ഏകദേശം 3000 ചന്ദനമരങ്ങളുണ്ട്. ഈ സാൻഡൽവുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യുന്ന വൃക്ഷമാണ്. അപ്പൊ ഇതും കൂടെ വരുമ്പോൾ ചന്ദനക്കാട്ടിൽ ഒരു ഗുഹയിൽ താമസിക്കുന്ന ഒരു ഫീല് വേറൊരു ലോകത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ ഇത്ര നാളും താമസിച്ചത് എന്തോ പല റിസോർട്ടിലും താമസിച്ചിട്ടുണ്ട്, ഹോട്ടൽസിലും താമസിച്ചിട്ടുണ്ട്. ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്നോവേഷനാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്.